സങ്കല്പ പത്ര സശക്ത ഭാരത് 2022 75 ആണ്ട് തികയ്ക്കുന്ന ഇന്ത്യക്ക് 75 പദ്ധതികളുടെ വാഗ്ദാനവുമായി BJP പ്രകടന പത്രിക ഇന്ന് പുറത്തുവന്നു. ദേശീയത, ഹിന്ദുത്വം, വികസനം, ജനക്ഷേമം, കർഷകക്ഷേമം, സാമൂഹ്യക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പ്രകടന പത്രിക. സൗഹാർദ്ദാന്തരീക്ഷത്തിൽ രാമക്ഷേത്രം നിർമ്മിക്കും, ഏക സിവിൽ കോഡ് നടപ്പാക്കും, പൗരത്വ ബിൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കും, ഭീകരർക്കെതിരെ ശക്തമായ നടപടി, കർഷകർക്ക് 25 ലക്ഷം കോടി രൂപയുടെ ക്ഷേമ പദ്ധതി, ഒരു വർഷം ക്രെഡിറ്റ് കാർഡിൽ 1 ലക്ഷം രൂപ വരെ സീറോ പലിശയിൽ അഥവാ 0 പലിശയിൽ എടുക്കാൻ കഴിയുന്ന കർഷകർക്കുള്ള വായ്പാ പദ്ധതി, കർഷകർക്കുള്ള 60 തികഞ്ഞവർക്കുള്ള പെൻഷൻ പദ്ധതി. BJP മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ നിരവധിയാണ്. നമുക്ക് നോക്കാം BJP പ്രകടന പത്രികയുടെ വിശദാംശങ്ങളിലേക്ക്. പ്രധാനമായും ഈ പ്രകടന പത്രികയെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ 3 തട്ടിലായി നമുക്ക് ഇതിനെ വിലയിരുത്താം. സാമൂഹ്യക്ഷേമം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാറ്റഗറി. രണ്ടാമത്തത് സാമൂഹ്യക്ഷേമം കഴിഞ്ഞാൽ വിശ്വാസം എന്നുള്ളത് രണ്ടാമത്തെ കാറ്റഗറി. രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള വിഷയങ്ങൾ വരുന്നത് വിശ്വാസത്തിന്റെ കാറ്റഗറിയിലാണ്. മൂന്നാമതായി ദേശസുരക്ഷ ഒരു പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ഘടകമാണ്. ഈ 3 കാര്യങ്ങളും ഓരോന്നായി നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. നമുക്കാദ്യം സാമൂഹ്യക്ഷേമത്തിൽ നിന്ന് തുടങ്ങാം. സാമൂഹ്യക്ഷേമവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികളാണ് BJP പ്രകടന പത്രികയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 1.5 ലക്ഷത്തോളം വരുന്ന ആരോഗ്യ സെന്ററുകൾ കൊണ്ടുവരും സർക്കാർ. 75 മെഡിക്കൽ കോളേജുകൾ, പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജുകൾ. സാമൂഹ്യക്ഷേമ വികസനത്തിന് വേണ്ടി കർഷകരടക്കമുള്ളവർക്ക് പെൻഷനും വായ്പാ പദ്ധതിയും. 60 വയസ്സ് തികഞ്ഞ കർഷകർക്ക് പെൻഷൻ പദ്ധതി. 1 ലക്ഷം രൂപ വരെ സീറോ പലിശയിൽ അഥവാ പലിശരഹിത വായ്പ ക്രെഡിറ്റ് കാർഡിലൂടെ നൽകുന്ന പദ്ധതി. ഇതെല്ലാം ഈ BJPയുടെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രങ്ങളാണ്. ഓരോന്നായി വന്നാൽ 60 വയസ്സ് കഴിഞ്ഞ ചെറുകിട ഇടത്തരം കർഷകർക്ക് പെൻഷൻ, കർഷകർക്ക് 25 ലക്ഷം കോടിയുടെ ക്ഷേമ പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷകർക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തുക ഉൾക്കൊള്ളുന്നതാണ് 20 ലക്ഷം കോടിയുടെ ക്ഷേമ പദ്ധതി. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകിച്ച് മുത്തലാഖ് ബിൽ അടക്കമുള്ള വിഷയങ്ങൾ പാസ്സാക്കുമെന്നതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 നടപ്പാക്കുമെന്നുള്ളത്. BJP പ്രകടന പത്രികയിലെ ഈ ഏകീകൃത സിവിൽ കോഡ് മാത്രമല്ല വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളത്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള വിഷയങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായി വരുന്നതാണ്. ആർട്ടിക്കിൾ 35A അടക്കമുള്ള വിഷയങ്ങൾ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ആർട്ടിക്കിൾ 370 പൂർണ്ണമായും എടുത്തു കളയും എന്നുള്ളതും ദേശസ്നേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന, ഒരുപക്ഷെ ദേശീയതയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണ്. പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കുമെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ വിവരം. പൗരത്വ ഭേദഗതി ബിൽ ഘട്ടം ഘട്ടമായി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്നാണ്. കർഷകർക്ക് 5 വർഷത്തേക്ക് 1 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ക്രെഡിറ്റ് കാർഡിന്റെ അടിസ്ഥാനത്തിൽ നൽകും. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീ ശാക്തീകരണം. ഇതിൽ കർഷകർക്ക് 5 വർഷത്തേക്ക് 1 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുമെന്നുള്ളത് രാജീവ് ഗാന്ധി അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ന്യായ പദ്ധതിക്ക് മുകളിൽ നിൽക്കാനുള്ള ഒരു പദ്ധതിയായിട്ട് കണക്കാക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടി സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതിയാണ്. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തും. പൗരത്വ ഭേദഗതി, കർഷകർക്ക് 5 വർഷത്തേക്ക് 1 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, സർക്കാരിന്റെ എല്ലാ തലങ്ങളിലുമുള്ള സ്ത്രീ ശാക്തീകരണം. BJPയുടെ സാമൂഹ്യക്ഷേമത്തെ മുൻനിർത്തിയുള്ള ഈ പദ്ധതിക്ക് പുറമെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കൂടി ഇതിലുണ്ട്. സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുന്ന മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവയാണ്. പാർലമെന്റിലും നിയമസഭകളിലും 33% സ്ത്രീ പ്രാതിനിധ്യം. ഗ്രാമീണ കുടുംബങ്ങളെ ലക്ഷ്യമിട്ട് ഗ്രാമസ്വരാജ്. എല്ലാ കുടുംബങ്ങൾക്കും 2022 ഓർമ്മിക്കണം, 75 വർഷം തികയുന്ന 2022 എല്ലാ കുടുംബങ്ങൾക്കും സ്ഥിരം പാർപ്പിടമെന്നതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന്. സങ്കല്പ ഭാരത് സശക്ത ഭാരത് 2024 എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കും. അടിസ്ഥാന വികസന സൗകര്യത്തിന് 100 ലക്ഷം കോടിയുടെ നിക്ഷേപം. ദേശീയതയുമായി ബന്ധപ്പെട്ട ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370, ജമ്മു കാശ്മീരിലെ സ്വത്തുമായി ബന്ധപ്പെട്ട കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 35A എന്നീ ഭരണഘടനാ വകുപ്പുകൾ റദ്ദു ചെയ്യുമെന്നും ഇന്ന് BJP പുറത്തിറക്കിയ സങ്കല്പ പത്രികയിൽ പറയുന്നു. മറ്റ് പ്രധാനപ്പെട്ട BJP പ്രകടന പത്രികയുടെ വിശദാംശങ്ങൾ: കുടിവെള്ളത്തിനും അടിസ്ഥാന വികസനത്തിനും ആർട്ടിക്കിൾ 370ക്കും അപ്പുറം സായുധ സേനയെ ശക്തിപ്പെടുത്തുമെന്നുള്ളത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം.
പ്രതിരോധ ഉപകരണങ്ങൾ വേഗത്തിൽ വാങ്ങും. ദേശസുരക്ഷയെ മുൻനിർത്തിയുള്ള ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം. ചെറുകിട കച്ചവടക്കാർക്ക് 60 വയസ്സ് പിന്നിട്ടവർക്ക് പെൻഷൻ നൽകും എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ സാമൂഹ്യക്ഷേമ വിഭാഗവുമായി ബന്ധപ്പെട്ട BJPയുടെ വാഗ്ദാനം. ഇത്തരത്തിൽ 22 വർഷം തികയ്ക്കുന്ന ഇന്ത്യക്ക്, 75 വർഷം 2022 തികയ്ക്കുന്ന ഭാരതത്തിന് 75 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് BJP മുന്നോട്ട് വെച്ചത്. ആഗോളതലത്തിൽ യോഗ പ്രോത്സാഹിപ്പിക്കും. പൊതുസേവനങ്ങൾ പൗരന്റെ അവകാശമാക്കും. റൈറ്റ് ടു സർവീസ് കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞ പദ്ധതി. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ്. മൊത്തം ഇനി നടപ്പിലാക്കാൻ പോകുന്നത് പുതുതായി 75 പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജുകൾ ആരോഗ്യ മേഖലയിൽ BJP പ്രകടന പത്രികയിലൂടെ ഉറപ്പു നൽകുന്നു. മാത്രവുമല്ല 1.5 ലക്ഷം ആരോഗ്യ കേന്ദ്രങ്ങൾ തന്നെ രൂപീകരിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടത്രേ. എല്ലാ ഗ്രാമങ്ങളിലും ആരോഗ്യ സംവിധാനവും കുടിവെള്ളവും 2022 എത്തിക്കുക. 2024 എല്ലാ ഗ്രാമങ്ങളിലും കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നതാണ് BJP പ്രകടന പത്രികയിലെ സാമൂഹ്യക്ഷേമവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓർമ്മിക്കണം, സാമൂഹ്യക്ഷേമത്തിൽ കർഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ BJPക്ക് തിരിച്ചടി നേരിട്ടത് കാർഷിക മേഖലയിൽ നിന്നാണ്. ആ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ 25 ലക്ഷം കോടി രൂപയുടെ വലിയ ഓഫറാണ് BJPയുടെ സങ്കല്പ പത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കാറ്റഗറികളിലായിട്ടാണ് BJP സങ്കല്പ പത്രം അവതരിപ്പിച്ചത്. വിശ്വാസത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായതും ഇന്നൊരു പക്ഷേ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിന്നതും ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഓഫറാണ്. വിശ്വാസത്തിലെടുത്തുകൊണ്ട് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ളത് 2014 പോലെ തന്നെ 2019 BJPയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനമായി നിലകൊള്ളുന്നു. ഒപ്പം ആർട്ടിക്കിൾ 35 ആർട്ടിക്കിൾ 370 മുത്തലാഖ് അടക്കമുള്ള വിഷയങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്നുള്ളതും 2014 BJP മുന്നോട്ട് വെച്ച വാഗ്ദാനം 2019 ആവർത്തിക്കുന്നു. ഇത് വിശ്വാസം എന്നതിലും അപ്പുറം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഒരുപക്ഷെ മതവിഭാഗവുമായി ബന്ധപ്പെട്ട പ്രീണനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായി ഇതിനകം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 2014 ഉപയോഗിച്ച ഹിന്ദുത്വ കാർഡ് 2019 BJP ഒരിക്കൽ കൂടി ഉപയോഗിക്കുന്നുവെന്ന വിമർശനവും ഈ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇനി ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുമ്പോൾ, ദേശസുരക്ഷയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള അത്യാധുനിക ഉപകരണങ്ങൾ അതിവേഗം വാങ്ങി പർച്ചേസ് ത്വരിതപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മളുടെ സേനാ വിഭാഗങ്ങളെ സുരക്ഷിതമാക്കും, സുശക്തമാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം. രണ്ടാമത്തത് സീറോ ടോളറൻസ് ടു ടെററിസം എന്നുള്ളതാണ്. അഥവാ തീവ്രവാദത്തോട് യാതൊരു തരത്തിലും ഒത്തുതീർപ്പില്ലാത്ത ഒരു ശക്തനായ സർക്കാർ എന്നതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം. അങ്ങനെ സാമൂഹിക ക്ഷേമത്തിന് ഉറപ്പുവരുത്തുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട 3 തലങ്ങളിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു പ്രകടന പത്രിക 45 പേജുകളിലായി BJP പുറത്തിറക്കിയിരിക്കുന്നു. 75 വാഗ്ദാനങ്ങൾ. 75 2022 തികയുന്ന ഭാരതത്തിന് BJPയുടെ വാഗ്ദാനം എന്ന നിലയിലാണ് സങ്കല്പ പത്രം അവതരിപ്പിച്ചത്. സങ്കല്പ പത്ര സശക്ത ഭാരത് എന്നുള്ളതാണ് BJP മുന്നിലോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഏക് ബാർ ഫിർ നരേന്ദ്രമോദി സർക്കാർ എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം തന്നെ. നമുക്ക് നോക്കാം, ഇതാണ് പ്രധാനപ്പെട്ട ഈ BJPയുടെ പ്രകടന പത്രിക. ഇനി വിവാദ വ്യവസായി വിജയ് മല്യയുടെ വാർത്തയും എയർ ഫസ്റ്റ് ന്യൂസിൽ വന്നിട്ടുണ്ട്. വിവാദ വ്യവസായി വിജയ് മല്യ ലണ്ടനിലെ കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. വിജയ് മല്യയെ ഇന്ത്യക്ക് കൈമാറാനുള്ള ഉത്തരവ് എക്സ്ട്രഡീഷൻ ട്രീറ്റിയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം എല്ലാം പൂർത്തിയായ സാഹചര്യത്തിലാണ് കോടതി നടപടികൾ വൈകിപ്പിക്കാൻ വേണ്ടി വിജയ് മല്യ മറ്റൊരു അപ്പീൽ കൂടി നൽകിയത്. ആ അപ്പീലാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. മല്യയെ ഇന്ത്യക്ക് കൈമാറാനുള്ള ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജി തള്ളിയതോടെ മല്യയെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വൈശാഖ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. വൈശാഖ്, ഈ വിജയ് മല്യയെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇനി അപ്പീൽ പോകാൻ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ? വിജയ് മല്യയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഇനി എന്തു ദൂരം?
2018 വെസ്റ്റ്മിൻസ്റ്റർ കോടതി വിജയ് മല്യ ഇന്ത്യയിലേക്ക് കയറ്റിവിടുന്നതിനുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയത്. എന്നാൽ ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് അപ്പീൽ കോടതി, അതായത് വെസ്റ്റ്മിൻസ്റ്റർ കോടതിയിലെ അപ്പീൽ കോടതിയിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ എത്തിച്ചത്. എന്നാൽ അപ്പീൽ കോടതി തള്ളുകയായിരുന്നു. ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ള ഒറ്റ കാര്യം സുപ്രീം കോടതിയെ സമീപിക്കാം. എന്നാൽ സുപ്രീം കോടതി ഇത്തരം കേസുകൾ സുപ്രീം കോടതി പരിഗണിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം കീഴ്ക്കോടതികൾ ശരിവെച്ച കീഴ്ക്കോടതികളുടെ വിധി സാധാരണഗതിയിൽ സുപ്രീം കോടതി ശരിവെക്കാറാണ് പതിവ്. അതും ഈ കേസിലും വിജയ് മല്യയുടെ കേസിലും ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിജയ് മല്യയ്ക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള താമസം 7 ആഴ്ചക്കുള്ളിൽ സുപ്രീം കോടതിയെ സമീപിക്കണം. അതിനുശേഷമായിരിക്കും സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ലണ്ടൻ, അതായത് ബ്രിട്ടീഷ് സർക്കാർ ഇതുകാര്യവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലെത്തുക. ഏതായാലും വിജയ് മല്യയെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കാൻ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ അഭിഭാഷകനുമായി, ബ്രിട്ടനിലുള്ള അഭിഭാഷകനുമായി കേന്ദ്ര സർക്കാർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം വേഗത്തിൽ തന്നെ എടുക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. തിരഞ്ഞെടുപ്പിലടക്കം തന്നെ ഈ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി BJPക്ക് വോട്ട് തേടാം. അതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ ഇപ്പോൾ തന്നെ BJP തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലടക്കം തന്നെ ഈ സാമ്പത്തിക കുറ്റവാളികളെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നുള്ള കാര്യത്തിൽ ചർച്ച നടത്താൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ തന്നെ BJP നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. എന്നാൽ ഈ അവസരത്തിൽ അതിന് കൂടുതൽ ഊർജ്ജം നൽകുകയാണ് BJP. എന്തായാലും വിജയ് മല്യയെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുന്നുള്ള അവസാന കടമ്പയാണ് ഇനി ഇന്ത്യക്ക് മുന്നിൽ ബാക്കിയുള്ളത്. അത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ഇന്ത്യക്ക് വേണ്ടി വിജയ് മല്യ അങ്ങനെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. നമുക്ക് പറയാം, വെൽക്കം ബാക്ക് വിജയ് മല്യ. എക്സ്ട്രഡീഷൻ ട്രീറ്റി ഉറപ്പു നൽകി ഇന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഒരുപക്ഷേ സുപ്രീം കോടതി, ഉന്നത കോടതിയിലേക്ക് ഒരുപക്ഷേ ഈ കേസ് പോയാൽ പോലും അത് പരിഗണിക്കപ്പെടുകയോ വിജയ് മല്യയ്ക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകാനുള്ള സാധ്യത നിലവിലുള്ള ഘട്ടത്തിൽ കുറവാണ്. സോ വിജയ് മല്യയെ നമുക്ക് താമസിയാതെ ഇന്ത്യക്ക് ലഭ്യമാകും എന്നാണ് സൂചനകൾ വരുന്നത്. ലണ്ടനിൽ നിന്നുള്ള സൂചനകൾ അപ്രകാരമാണ്. നമുക്കിനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ഡിഫൻസ് സെക്ടറിനെ കൂടുതൽ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു പുതിയ അതിഥി ഇന്ത്യയുടെ സേനാ വിഭാഗത്തിലേക്ക് ചേർന്നിട്ടുണ്ട്. ധനുഷ് വിഭാഗത്തിൽപ്പെട്ട പീരങ്കികൾ ഇന്ത്യൻ സേനയുടെ ഭാഗമായി. അഡീഷണൽ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫ് ഇന്ത്യൻ ആർമിയാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. നേരത്തെ ആദ്യ ബാച്ച് പീരങ്കികൾ മധ്യപ്രദേശിലെ ജബൽപൂർ ആയുധ ഡിപ്പോയ്ക്ക് കൈമാറിയിരുന്നു. ബഹിരാകാശ രംഗത്തും പ്രതിരോധ രംഗത്തും വൻ കുതിച്ചുചാട്ടം നടത്തുകയാണ് രാജ്യം. ഈ വന്നിരിക്കുന്ന പുതിയ ധനുഷ് എന്ന സ്വദേശി ബോഫോഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉപകരണം അല്ലെങ്കിൽ ഈ ആയുധം ഇന്ത്യൻ സേനയെ കൂടുതൽ ശക്തീകരിക്കാൻ പോകുന്നതാണ്. ഇന്ത്യൻ സേനയെ ശക്തീകരിക്കാൻ പുതിയ ആയുധങ്ങൾ വേണമെന്ന വാദം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ഭീമമായ തുകയ്ക്ക് ആയുധങ്ങൾ വാങ്ങുന്നത് പല രീതിയിലുള്ള പ്രതിസന്ധികൾ വരുത്തുമ്പോഴാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ശേഷി സർക്കാർ പരമാവധി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. പല ആയുധ കരാറുകളും അഴിമതി വിവാദങ്ങളും ഇതിൽ പെടുന്നുണ്ട്. ഭീമമായ തുക പ്രതിരോധ ബഡ്ജറ്റിൽ നീക്കിവെക്കുന്നു. അതുകൊണ്ട് തന്നെ ഗുണനിലവാരമുള്ള ആയുധങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ രാജ്യം പിന്തുടരുന്നത്. നമുക്ക് കാണാം എങ്ങനെയാണ് ധനുഷ് ഇന്ത്യൻ സേനയുടെ ഭാഗമായത്, ധനുഷിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. റിപ്പോർട്ട് കാണാം. ആദ്യ ബാച്ചിലെ ധനുഷ് വിഭാഗത്തിൽപ്പെട്ട 6 തോക്കുകളാണ് ഇന്ന് ജബൽപൂർ ആയുധ ഡിപ്പോയ്ക്ക് കൈമാറുന്നത്. 36 കിലോമീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യത്തെ വെടിവെച്ചിടാൻ ഈ തോക്കുകൾക്ക് കഴിയും. അതിർത്തി സുരക്ഷയ്ക്കാണ് ഇവ പ്രധാനമായും വിന്യസിപ്പിക്കുക. പർവ്വതങ്ങളിൽ നിന്നും നിരപ്പായ പ്രദേശങ്ങളിൽ നിന്നും ഒരേപോലെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് തോക്കിൻ്റെ രൂപഘടന. പാകിസ്ഥാന്റെ പക്കലിൽ ഇത്തരം തോക്കുകൾ നിലവിലുണ്ട്. ഇതോടെ പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തികൾ നടത്തുന്ന വെടിവെപ്പിന് ശക്തമായ മറുപടി നൽകാൻ സേനയ്ക്ക് കഴിയും. 1980-ൽ ബോഫേഴ്സ് വിഭാഗത്തിൽപ്പെട്ട തോക്കുകൾ ഇന്ത്യ വാങ്ങാൻ ശ്രമിച്ചിരുന്നെങ്കിലും ബോഫേഴ്സ് അഴിമതി ആരോപണത്തെ തുടർന്ന് ഇടപാട് നടക്കാതെ പോകുകയായിരുന്നു. ബോഫേഴ്സ് വിഭാഗത്തിലെ തോക്കുകളിൽ മാറ്റം വരുത്തിയാണ് ഇന്ത്യ ധനുഷ് തോക്കുകൾ വികസിപ്പിച്ചെടുത്തത്. 24 ഡൽഹി. ധനുഷ് 36 കിലോമീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യത്തെ വെടിവെച്ചിടാൻ കഴിയുന്നതാണ് ധനുഷ് എന്ന ഈ ദീർഘദൂര പീരങ്കി. ഒരുപക്ഷെ സ്വീഡിഷ് ഗവൺമെന്റ് വികസിപ്പിച്ചെടുത്ത ബോഫോഴ്സിനേക്കാൾ മികച്ചവയാണ് ധനുഷ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പേരിട്ടിരിക്കുന്നതും സ്വദേശി ബോഫോഴ്സ് എന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഇവനെ നിർമ്മിച്ചിരിക്കുന്നത്. ശക്തിയിലും കൃത്യതയിലും വെടിയുതിർക്കുന്ന ഇതിലുമൊക്കെ ബോഫോഴ്സിനോട് കിടപിടിക്കുന്നവയാണ് ധനുഷ് പീരങ്കികൾ. അതിർത്തിക്കപ്പുറത്തേക്ക് 36 കിലോമീറ്ററിലേക്ക് പോകാൻ ശേഷിയുള്ള, വെടിയുണ്ടകൾ പായിക്കാൻ ശേഷിയുള്ള പീരങ്കി. അതിർത്തി സുരക്ഷയ്ക്കാണ് പ്രധാനമായും ഈ ധനുഷ് ഉപയോഗിക്കുക. രാത്രിയിലും പകലും
പർവ്വതങ്ങളിലും നിരപ്പായ പ്രദേശങ്ങളിലും ഒരേപോലെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നവയാണ് ഇവൻ്റെ ശരീരഘടനയും ഇവൻ്റെ രൂപഘടനയും. വിവിധ കാലാവസ്ഥകളിലും ധനുഷിൻ്റെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. സിക്കിം, ലേ, ബലാസോർ, ഒഡീഷ, പൊക്രാൻ തുടങ്ങിയ വിവിധ കാലാവസ്ഥകളിൽ ധനുഷിനെ ഉപയോഗിച്ച് ധനുഷിൻ്റെ കേപ്പബിലിറ്റിയും ശേഷിയും കൃത്യമായി കണക്കിലെടുത്തിട്ടുണ്ട്. DRDO, DGQB എന്നീ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദഗ്ധരും സംയുക്തമായിട്ടാണ് ഇവ വികസിപ്പിച്ചെടുത്തത്. ഒരുപക്ഷെ അന്ന് ബോഫോഴ്സ് ഇന്ത്യ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ബോഫോഴ്സിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പീരങ്കി എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലായിരുന്നു. കരുത്തിലും ശക്തിയിലും സ്വീഡിഷ് നിർമ്മിതമായ ബോഫോഴ്സിനേക്കാൾ മികച്ച പ്രഹരശേഷിയുള്ളവയാണ് ഈ ധനുഷ് പീരങ്കി. പാകിസ്ഥാന്റെ പക്കലിൽ ഇത്തരം കരുത്തുറ്റ പീരങ്കികൾ ഇതിനകം നിലവിലുണ്ട് എന്നതുകൂടി ആലോചിക്കണം. അതായത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് 36 കിലോമീറ്ററിലധികം വെടിയുണ്ട പായിക്കാൻ ശേഷിയുള്ള പീരങ്കികൾ നമ്മുടെ തൊട്ടയൽ രാജ്യത്തിനുണ്ടായിരിക്കെ നിർഭാഗ്യവശാൽ ഇതുവരെയും അത്ര ശക്തിയോട് കിടപിടിക്കുന്ന ഒരു പീരങ്കി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്ന ധനുഷ് ആ കരുത്തോടുകൂടി അതിർത്തി കാക്കാൻ ഇന്ത്യ സേനത്തിന് കൂടുതൽ കരുത്തായി മാറും. അതിർത്തികളിൽ നടത്തുന്ന ശത്രുരാജ്യങ്ങൾ നടത്തുന്ന വെടിവയ്പ്പിന് ശക്തമായ മറുപടി നൽകാൻ സേനയ്ക്ക് കഴിയുമെന്നാണ് DRDO തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് പരീക്ഷണങ്ങൾക്ക് ശേഷം ധനുഷ് പീരങ്കി പ്രതിരോധ മന്ത്രാലയം സ്വീകരിക്കാനുള്ള അനുമതി നൽകിയത്. അങ്ങനെ ധനുഷിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ലഭ്യമാകുന്നതനുസരിച്ച് ഇവനെ കാശ്മീരിലേക്കും ഒപ്പം തന്നെ ചൈനയുടെ അതിർത്തിയിലേക്കും വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 36 കിലോമീറ്റർ ഒരു ചെറിയ ദൂരമല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവന് കൊടുക്കാം ഒരു നല്ല സലാം. സ്വീഡിഷ് നിർമ്മിതമായ ബോഫോഴ്സിനേക്കാൾ മികച്ച കരുത്തുള്ള സ്വദേശി ബോഫോഴ്സ് അഥവാ ധനുഷ്. ഇനി AR ന്യൂസ് കായിക വാർത്തയിലേക്കാണ് പോകുന്നത്. IPL ഇന്നത്തെ മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദും കിങ്സ് 11 പഞ്ചാബും തമ്മിലാണ്. മത്സരം പൊടിപാറുമെന്നുറപ്പ്. 5 മത്സരങ്ങളും ആണ് ഇരു ടീമുകളും സീസണിൽ ഇതിനകം പൂർത്തിയാക്കിയത്. ഇത് ലണ്ടനത്തിൽ തോൽവി പിണഞ്ഞപ്പോൾ 3 വിജയിച്ചിട്ടുണ്ട്. അവസാന മത്സരത്തിൽ തോറ്റ ഇരു ടീമുകളും വിജയവഴിയിലേക്ക് തിരിച്ചുവരാനാവും ഇന്ന് ശ്രമിക്കുക. മൊഹാലിയിൽ ശക്തരായ ഇരു ടീമും കൈകോർക്കുമ്പോൾ കളിക്കളത്തിൽ മിന്നും പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഹൈദരാബാദിനെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ ഹൈദരാബാദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ സീസണിൽ ഏറ്റവും ഉയർന്ന ടോട്ടൽ നേടിയ ടീമാണ്. ബാറ്റിംഗ് നിരയിൽ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഡേവിഡ് വാർണർ ഇടവേളയ്ക്കു ശേഷം തിരിച്ച് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ടീം. ജോണി ബെയർസ്റ്റോ, വിജയ് ശങ്കർ, മനീഷ് പാണ്ഡെ തുടങ്ങി മികച്ച ഫോമിലുള്ള ഒരു കൂട്ടം ബാറ്റ്സ്മാൻമാരാണ് ഇപ്പോൾ ഹൈദരാബാദ് സൺറൈസേഴ്സിന്റെ ശക്തി. 5 കളികളിൽ നിന്ന് 279 റൺസുമായി റൺവേട്ടക്കാരുടെ പട്ടികയിൽ സീസണിൽ ഒന്നാമനാണ് ഡേവിഡ് വാർണർ. 158.52 എന്ന മാരക സ്ട്രൈക്ക് റേറ്റ് സ്വന്തമായിട്ടുള്ള വാർണർ ഇന്ന് കിങ്സ് 11-നെതിരെ എത്ര സ്ട്രൈക്ക് റേറ്റിൽ സെഞ്ചുറി അടിക്കും എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്നത്. ഇതുവരെ ഒരു സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുണ്ട് ഡേവിഡ്. 2 അർദ്ധ സെഞ്ചുറികളും ഡേവിഡ് വാർണർ ഈ സീസണിൽ സ്വന്തമാക്കി കഴിഞ്ഞു. എന്നാൽ മറുവശത്ത് രവിചന്ദ്ര അശ്വിൻ നയിക്കുന്ന കിങ്സ് 11 പഞ്ചാബ് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. സാക്ഷാൽ ക്രിസ് ഗെയിൽ സ്വന്തമായിട്ടുള്ള, രാഹുൽ സ്വന്തമായിട്ടുള്ള, സർഫറാസ് ഖാൻ, ഡേവിഡ് മില്ലർ, മൻദീപ് സിംഗ്, സാം കരൺ തുടങ്ങിയ വമ്പന്മാരുടെ നീണ്ട നിരയുണ്ട്. KL രാഹുലാണ് പഞ്ചാബ് ലൈനപ്പിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള താരം. രാഹുലും ഈ സീസണിൽ അടിച്ചെടുത്തിരിക്കുന്നത് ഒരു വലിയ മാർജിനാണ്. 146 റൺസാണ്. 5 കളികളിൽ നിന്നായി 2 അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് ഈ താരം. മുംബൈ ഇന്ത്യൻസിനെതിരെ പഞ്ചാബ് നേടിയ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിച്ച താരമാണ് രാഹുൽ. 71 റൺസ് നേടി പുറത്താകാതെ നിന്ന രാഹുൽ ഇന്നത്തെ മത്സരത്തിൽ അത്തരമൊരു പ്രകടനം ആവർത്തിക്കുമോ എന്നാണ് കിങ്സ് 11-ന്റെ പ്രേമികൾ കാത്തിരിക്കുന്നത്. എന്തായാലും മത്സരം പൊടിപാറും എന്നത് ഉറപ്പാണ്. ഒരു ഭാഗത്ത് ഡേവിഡ് വാർണർ, മറുഭാഗത്ത് രാഹുൽ. ഡേവിഡ് വാർണറും രാഹുലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ന് ആർക്കനുകൂലമായി തീരും വിജയമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. നമുക്കിനി താപനിലയിലേക്ക് പോകാം. സംസ്ഥാനത്ത് ഇന്നും നാളെയും മറ്റന്നാളും തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 3 മുതൽ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. നമുക്കിനി കേരളത്തിലെ ഉയർന്ന താപനില വരുന്ന ഇടങ്ങൾ ഒന്ന് ഓഗ്മെന്റ് റിയാലിറ്റിയിലൂടെ നമ്മൾ നോക്കിയാൽ തെർമോമീറ്റർ നമുക്ക് ഒന്ന് കാണാം. ഉയർന്ന താപനില പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ്, കോട്ടയം 37 ഡിഗ്രി
37.7 ഡിഗ്രി സെൽഷ്യസ്, തിരുവനന്തപുരം 37.6 ഡിഗ്രി സെൽഷ്യസ്, പുനലൂർ 37.5 ഡിഗ്രി സെൽഷ്യസ്, ആലപ്പുഴ 37 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് ഇന്ന് ARലെ പ്രധാനപ്പെട്ട താപനില. ചുരുക്കത്തിൽ വരുന്ന 2-3 ദിവസങ്ങളിൽ ഈ കാലാവസ്ഥ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ നിരീക്ഷണ അറിയിപ്പ്, ഒപ്പം തന്നെ സൂര്യാതപ ജാഗ്രതയും അല്ലെങ്കിൽ ഭീഷണിയും ഉണ്ട് എന്നുള്ളതും ഒരു മുന്നറിയിപ്പായി കണക്കാക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ഒളിക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങിയ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ പോലീസിന് മൊഴി നൽകി. എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് ചാനൽ പുറത്തുവിട്ടതെന്ന വാദം രാഘവൻ അന്വേഷണ സംഘത്തിന് മുന്നിലും ആവർത്തിച്ചു. യഥാർത്ഥ ദൃശ്യങ്ങൾ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാണാം. ഒളിക്യാമറ കോഴക്കണി വിവാദത്തിൽപ്പെട്ട MK രാഘവൻ MP ഒടുവിൽ പോലീസിന് മൊഴി നൽകി. 2 വട്ടം പോലീസ് നോട്ടീസ് നൽകിയ ശേഷം ഇന്ന് കാലത്താണ് രാഘവൻ മൊഴി നൽകിയത്. DGP ലോകനാഥ് ബെഹ്റയുടെ ഉത്തരവ് പ്രകാരമുള്ള അന്വേഷണത്തിലും രാഘവന്റെ പരാതിയിൽ നടക്കുന്ന അന്വേഷണത്തിലുമാണ് മൊഴി നൽകിയത്. കാലത്ത് 7 മണിയോടെ ഉന്നത പോലീസ് സംഘം രാഘവന്റെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ പരിസരത്തെ വസതിയിലെത്തി. DCP ജലാലുദ്ദീൻ, അഡീഷണൽ DCP വാഹിദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വസതിയിലെത്തിയത്. 30-ലേറെ ചോദ്യങ്ങൾ രാഘവനോട് ചോദിച്ചു. അന്വേഷണ സംഘത്തോട് രാഘവൻ പൂർണ്ണമായും സഹകരിച്ചു. താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ എല്ലാം തന്നെ ഉറച്ചു നിന്നു. എന്നാൽ തെളിവുകളോ കൂടുതൽ വിശദീകരണങ്ങളോ നൽകാൻ രാഘവന് സാധിച്ചില്ലെന്നാണ് സൂചന. അന്വേഷണം ഞങ്ങൾ തുടരന്വേഷണം നടത്തും. ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെല്ലാം ശ്രമം നടത്തും. മൊഴി നൽകിയ ശേഷം രാഘവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ്. ഞാൻ കൊടുക്കേണ്ട മൊഴി കൊടുത്തു കഴിഞ്ഞു. അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലാണ്. അതവിടെ നടക്കണം. രാഘവന്റെ മൊഴി വിശദമായി പരിശോധിച്ച് തുടരന്വേഷണവും ശാസ്ത്രീയ പരിശോധനയും നടക്കും. അതാണ് അന്വേഷണത്തിലെ അടുത്ത ഘട്ടം. ഒളിക്യാമറ കെണിയൊരുക്കിയ 9 TV അധികൃതർ ഉൾപ്പെടെയുള്ളവരെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തേണ്ടതുണ്ട്. ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മെമ്മറി കാർഡ് ഉൾപ്പെടെ കണ്ടെടുക്കണം. ഇതിനുശേഷം ഫോറൻസിക് പരിശോധനയാണ്. ശബ്ദം ഡബ് ചെയ്തതാണെന്ന് രാഘവൻ അവകാശപ്പെട്ടതിനാൽ രാഘവന്റെ ശബ്ദ സാമ്പിൾ എടുത്ത് അതിന്റെ ശാസ്ത്രീയ പരിശോധനയും നടക്കേണ്ടതുണ്ട്. 24 കോഴിക്കോട്. എന്നാൽ കോഴ ആരോപണം നേരിടുന്ന MK രാഘവനെ വിടാതെ പിന്തുടരുകയാണ് CPIM. 2009-2014 പോലെ പണമൊഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നാണ് MK രാഘവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നതെന്നും ഈ തിരിച്ചറിവോടുകൂടിയാണ് ജനകീയ കോടതി വിധിക്കട്ടെ എന്ന പ്രതികരണത്തിലേക്ക് MK രാഘവൻ എത്തിയിരുന്നുമാണ് CPM നേതാവ് മുഹമ്മദ് റിയാസിന്റെ വിമർശനം. MK രാഘവന്റെ മൊഴി രേഖപ്പെടുത്തിയതായും അന്വേഷണത്തിന്റെ ഭാഗമായി ചാനലിന് നോട്ടീസ് അയക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് 24നോട് പറഞ്ഞു. മൊഴി നൽകിയ ശേഷവും MK രാഘവനെ വിടാതെ പിന്തുടരുകയാണ് CPM. ജനകീയ കോടതി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന MK രാഘവന്റെ പ്രതികരണത്തിന് മറുപടിയുമായി CPM നേതാവും ഈ വിഷയത്തിലെ പരാതിക്കാരനുമായ മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. 2009-ലെയും 2014-ലെയും പോലെ പണമൊഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ജനകീയ കോടതി വിധിക്കട്ടെ എന്ന പ്രതികരണത്തിലേക്ക് രാഘവനെ എത്തിച്ചതെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. 2014-2009 പോലെ 2019-ൽ പണമൊഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കുവാനുള്ള ഇടപാട് നടക്കില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വീഡിയോ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് രാഘവൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചാനൽ മേധാവിയിൽ നിന്നും റിപ്പോർട്ടറിൽ നിന്നും മൊഴിയെടുക്കും. മൊഴി രേഖപ്പെടുത്തിയ ശേഷമേ തുടർ നടപടിയിലേക്ക് കടക്കൂവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് 24നോട് പറഞ്ഞു. അതിനെപ്പറ്റി രാവിലെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ബാക്കി കൂടുതൽ അറിയില്ല. അതൊക്കെ എൻക്വയറിയുടെ ഭാഗമായിട്ട് ചോദിച്ചോളാം. ഇപ്പം പറയാൻ പറ്റില്ല. ചാനൽ പുറത്തുവിട്ട വീഡിയോയുടെ ആധികാരികത പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കൂവെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും നേരത്തെ വ്യക്തമാക്കിയതാണ്. 24 കോഴിക്കോട്. എയർ ബുള്ളറ്റിൻ ഈ ബുള്ളറ്റിനോടുകൂടി അവസാനിക്കുന്നു. ഇനി AR വാർത്തകൾ കാണാം രാത്രി 11 മണിക്ക്. ഇപ്പോൾ ഇലക്ഷൻ എക്സ്പെർട്ടുമായി ഹർഷൻ ചെയ്യും. You are watching 24 from News Headquarters, Kochi.